ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു രത്നാസ് വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പം ഞാനിതാ ഇതിൽ ഈ തവി കൊണ്ട് ഒരു 3 തവി മോരൊഴിച്ച് വെച്ചിട്ടുണ്ട്. നല്ല കട്ടിയുള്ള മോരാണ്. പിന്നെ ഒരു 1.5 കപ്പ് തേങ്ങ ഞാൻ ജീരകം ചേർത്ത് അരച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഉപ്പ് ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി വേണമെന്ന് നോക്കിയിട്ട് നമുക്ക് ചേർക്കാം. ഇതാണ് ഉപ്പ്. ഈ കടുക് പൊടിച്ചത്. കടുക് നിങ്ങൾ ചതച്ചെടുത്താലും മതി കേട്ടോ. ആവശ്യത്തിനുള്ള എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു ഐസ്ക്രീമിൻ്റെ സ്പൂണാണ് ഇതിനാണ്. കടുക് ഒരുപാടായാലും ഒരു ചുവയെടുക്കും. കടുകിൻ്റെ ചുവ നമ്മുടെ കേരളീയർക്ക് ഇഷ്ടാവില്ലല്ലോ. വേറെ ആൾക്കാരൊക്കെ കടുക് എണ്ണയൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട്, പക്ഷെ നമുക്കത് ഇഷ്ടാവില്ല. അതുകൊണ്ട് കടുക് ചതച്ചിട്ടാണ് ഇടുന്നത്. ഞാനിത് പൊടിച്ച് വെച്ചതാട്ടോ, കുറേ നാളായതാണ്. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചേക്കാം. അപ്പോൾ ആവശ്യത്തിന് നമുക്ക് എടുക്കാമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ എന്താണ് ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലായില്ല. ഞാൻ പൈനാപ്പിൾ പച്ചടിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അതിനിപ്പോൾ ഇതെല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇതിന് ചൂടാക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്കിത് ഓൾറെഡി ഇത് ശരിയായിട്ടുണ്ട്. ഇനി പൈനാപ്പിൾ നമ്മൾ കൊത്തി അരിഞ്ഞെടുക്കണം, ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഞാൻ അരിഞ്ഞെടുത്തിട്ടില്ല, അരിയാൻ പോകുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയും ഇതിലെല്ലാ സാധനങ്ങളും ചേർത്തു. അതായത് കടുക്, തേങ്ങ, ശകലം ജീരകം ചേർത്താണ് തേങ്ങ അരച്ചത്. പിന്നെ നമ്മൾ ഉപ്പ് ആവശ്യത്തിന് ഇട്ടു, കടുക് ചതച്ചത് ഇട്ടിട്ടുണ്ട്, മോരും ഒഴിച്ചിട്ടുണ്ട്. മോരോ തൈരോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. നമുക്കിഷ്ടമുള്ള ഉപയോഗിക്കാം. തൈരാണെങ്കിൽ ഒന്ന് ഉടച്ചിട്ട് എടുത്താൽ മതി. മോരാണെങ്കിൽ ഇത്തിരി കട്ടിയുള്ള മോരെടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഇത്തിരി പഞ്ചസാരയും കൂടി ഇടണം കേട്ടോ. പഞ്ചസാരയോ ശർക്കരയാണ്, പഞ്ചസാരയാണ് നല്ലത്. ഞാൻ പഞ്ചസാര ഇടുന്നത്. അപ്പോൾ ഇനി പൈനാപ്പിൾ റെഡിയാക്കട്ടെ. ഞാൻ പൈനാപ്പിൾ എടുത്ത് വെച്ചിട്ടുണ്ട്. പൈനാപ്പിൾ ഇതിൻ്റെ ഒരു കഷ്ണം എടുക്കേണ്ട ആവശ്യമുള്ളൂ. അത് കൊത്തി അരിയണം. ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇത് മതി, ഇത്രയും മതി. വെളിച്ചെണ്ണ ആവശ്യത്തിന് നമുക്ക് എടുക്കാം കേട്ടോ. അതിന് ശേഷം വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ. ചൂടായി കഴിയുമ്പോൾ നമുക്കിത്തിരി കടുക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കാം. പൊട്ടിയതിന് ശേഷം നമ്മൾ കറിവേപ്പില ഇട്ടു. ഒക്കെ സിമ്മിലിട്ട് ചെയ്താൽ മതി കേട്ടോ. അതിന് ശേഷം പൈനാപ്പിൾ ഇങ്ങനെയാണ് കൊത്തി അരിഞ്ഞ് വെച്ചത് കേട്ടോ. ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ട് വേണമെങ്കിലൊന്ന് നമ്മൾ ഇതുകൊണ്ടൊന്ന് ചതച്ച് കൊടുക്കാം. ഇപ്പം ഇതിലേക്ക് ഇടാൻ ഇത് വേവൊന്നും വേണ്ട. ഞാനിത് വെറുതെ ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇടാതെയും നമുക്ക് നേരിട്ട് വേണമെങ്കിൽ ഇതിലേക്ക് ഇടാം. തേങ്ങയിലേക്ക് ഇത് മിക്സിയിലേക്ക് ഇടാം. ഇപ്പം ഒന്ന് ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ. ഒരു കളറിന് വേണ്ടിയിട്ട്, ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് ഇത്തിരി മഞ്ഞൾപ്പൊടി ഇടാം. പച്ചടി എന്ന് പറയുമ്പോൾ നമ്മൾ പൈനാപ്പിൾ വേവിക്കേണ്ട കാര്യമില്ല കേട്ടോ. ഒന്ന് ഇങ്ങനെ കുനുകുനാന്ന് അരിഞ്ഞിട്ട് ഒന്ന് ചതച്ച് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഒന്ന് ജസ്റ്റ് ഈ മഞ്ഞൾപ്പൊടി ഇട്ടായിരുന്നൊന്ന് ഇങ്ങനെ ആവാനാണ് കേട്ടോ. മതി, ഇത്രയേ ആവശ്യമുള്ളൂ. നമ്മളിത് ഓഫ് ചെയ്തു. ഓഫ് ചെയ്തിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കും.